എന്നോട് മിണ്ടുന്നില്ലേ എന്നോട് മിണ്ടുന്നില്ലേ എന്നോട് മിണ്ടുന്നില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് കിടക്കും. അതിനൊരു കാരണം ഉണ്ടെന്നേ, നിങ്ങളുടെ ചൂസിങ് മാറിപ്പോന്നാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു വലിയ പ്രശ്നം, അവരുടെ ഒഴിവ് സമയങ്ങൾ കണ്ടെത്തി നമ്മളോട് സംസാരിക്കും. മറ്റു ചിലർ ഒഴിവുകൾ ഉണ്ടാക്കി നമ്മളോട് സംസാരിക്കുന്നതിനായി സമയം. വലിയ വ്യത്യാസമാണത്. നമുക്ക് പറ്റിപ്പോകുന്നത് അറിയാം. ആദ്യത്തെ കാറ്റഗറിയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ സംസാരിക്കണം, നമ്മളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആള് അയാളുടെ ഒഴിവ് സമയത്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റി മനസ്സിലാകുമ്പോൾ പോയി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും തിരക്കാണ്. ആൾക്കാർക്ക് പരസ്പരം സംസാരിച്ചുകൊണ്ടേ ഇരുന്നാൽ ഞമ്ഞമൊന്നും നടക്കില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ജോലിയുണ്ട്. ലൈഫിൽ ഇച്ചിരി കാര്യമായിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയാൽ വയസ്സാം കാലത്ത് ഇച്ചിരി കാര്യമായി ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ രണ്ടുപേരും രണ്ടാളുടെയും തിരക്കുകളിലേക്ക് ആവുക എന്നത് മാത്രമാണ് ഇതിനുള്ളത്. നമുക്കല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഫുൾ ടൈം ഇരുന്ന് ഇങ്ങനെ നിങ്ങളുടെ പരാതി, അയ്യോ എന്നോട് മിണ്ടുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരെ പിടിച്ച് ഈ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ നിങ്ങൾ ഒരിടത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മൂന്നാമത്തെ മണിക്കൂറിൽ നിങ്ങൾക്ക് അടിയിടേണ്ടി വരും. ഇല്ലെങ്കിൽ അവിടെ മുട്ടം കലിപ്പ് കിടക്കും, അല്ലെങ്കിൽ നിങ്ങൾ മടുക്കും. മനുഷ്യനാണ്, അതെന്തും ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നതോറും മടുത്തു വന്നേ. സ്നേഹത്തിന്റെ കാര്യത്തിൽ പോലും ഏറ്റവും വലിയ ഒരു വിധി വൈപരീത്യം എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയാണത്. ഒരുപാട് സ്നേഹം കിട്ടുമോ, നിങ്ങൾക്ക് ആ സ്നേഹം തരുന്ന ആളെ നിങ്ങൾ മടുക്കും. പിന്നെയും സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കോ, അയാളെ നിങ്ങൾ വെറുക്കും. ഒരുപാട് സ്നേഹം കൊണ്ട് ഒരുപാട് കാലം കൊണ്ട് ഒരുപാട് പേര് പോയി. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാം. ഒരാൾ അയാളുടെ ഒഴിവ് സമയത്തിൽ മാത്രം നമ്മളോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ നമ്മളും ആ ഇന്റൻസിറ്റിയിൽ മാത്രം നിന്നാൽ മതി. അതല്ല, അയാൾ അയാളുടെ മറ്റ് ഒരു ചുറ്റുപാടിൽ നിന്നൊക്കെ ഒരു ഒഴിവ് കണ്ടെത്തി നമ്മളോട് സംസാരിക്കാൻ വരുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾക്ക് നമ്മൾ സമയം കൊടുക്കേണ്ടത്. കാരണം അയാൾ നമുക്ക് സമയം തരാണ്. അതിനുപോലെ ഒരു ലിമിറ്റേഷൻ വെക്കണമെന്നേ. ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരുന്നാൽ എന്താ പറയുക, ഈ ഒരു പരിധി കഴിയുമ്പോൾ പലപ്പോഴും ഈ കപ്പിൾസിനിടയിലേക്കുള്ള സംസാരത്തിൽ പറ, പിന്നെ അടുത്ത സംസാരിക്കാനൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും മിണ്ടിക്കൊണ്ടേയിരിക്കണം. സത്യത്തിൽ അത് മിണ്ടലല്ല, പ്രസൻസ് ആഗ്രഹിക്കലാണ്. ഈ പ്രസൻസ് ഉണ്ടല്ലോ, ഒരുപാട് നാള് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പൊ അതിന് ചെറുതായിട്ടൊന്ന് ലിമിറ്റേഷൻ വെക്കാം. വലിയ പ്രശ്നം വന്നേ.